ഇന്ന് നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്തേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. പഞ്ചസാരയും മധുരമൊന്നും കൂടുതൽ ചേർക്കാതെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആക്കി എടുത്താലോ. ആദ്യം ഇതിലേക്കായിട്ട് കുറച്ച് ഈന്തപ്പഴം ഒന്ന് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കുക. ക്യാഷ്യൂ ഉണ്ടെങ്കിൽ അതായാലും മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ പാലും കൂടി ഒഴിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് നിങ്ങൾ അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാത്രം നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഒരുപാട് കൂടുതൽ വേണ്ട. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഇത്തിരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് അനാർ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത് കേട്ടോ. കടിക്കാൻ എത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ചിയാ സീഡോ അല്ലെങ്കിൽ കസ്കസോ ബ്ലാക്ക് കസ്കസോ കുതിർത്തിട്ട് അത് ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേറെ കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു ഡേറ്റ്സിൻ്റെ മധുരം തന്നെ പാകത്തിനുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടിയൊക്കെ ഒരു ടേസ്റ്റ് മധുരമൊക്കെ കൂടുതൽ വേണമെങ്കിൽ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കാം. അതുപോലെ തന്നെ ഏലക്കായുടെ ഒക്കെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആ ഒരു ഈന്തപ്പഴമൊക്കെ അരച്ച കൂട്ടത്തിൽ ഒരൊറ്റ ഏലക്കായും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അതല്ല ഇതുപോലെ ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താലും മതിയാവും. സിമ്പിളായിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ.